കേരളത്തിലെ ലഹരി മാഫിയയുടെ വേരറുക്കാൻ ആഫ്രിക്കൻ സംഘത്തിന് നേരെയും അന്വേഷണവുമായി പോലീസ്. കുന്നമംഗലം MDMA കേസിൽ 2 ടാൻസാനിയൻകാർക്ക് പുറമെ നൈജീരിയൻ പൗരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നോയിഡ കേന്ദ്രീകരിച്ച് ലഹരി ഉൽപാദനം നടത്തുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയെയാണ് ആഫ്രിക്കൻ മാർക്കറ്റിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കുന്നമംഗലം കാരന്തൂരിലെ ലോഡ്ജിൽ നിന്നും 227 ഗ്രാം MDMA പിടികൂടിയ അന്വേഷണമാണ് അന്താരാഷ്ട്ര തലത്തിലേക്ക് കടന്നിരിക്കുന്നത്. കേസിന്റെ അന്വേഷണം 5ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് ചിക്സിയെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫാർമസിസ്റ്റായ ഇയാൾ വിദ്യാർത്ഥി എന്ന പേരിലാണ് ഇന്ത്യയിലെത്തി ലഹരി ഉൽപാദനം നടത്തിയത്. നേരത്തെ ടാൻസാനിയൻ പൗരന്മാരും പഞ്ചാബ് ലൗലി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളുമായ ഡേവിഡ് എൻഡമി, മയോങ്ക അറ്റ്ക ഹരുണ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് ഫ്രാങ്ക് ചിക്സിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ആഫ്രിക്കൻ പൗരന്മാരായ ലഹരി ഉൽപാദക സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും അടുത്ത ഘട്ട അന്വേഷണം അവരിലേക്ക് നീളുമെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A ഉമേഷ് വ്യക്തമാക്കി. ഇപ്പോൾ നമ്മൾ 5th ലെയറിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് 5th ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ നാളെ പിടിക്കുന്നു, അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് പിടിക്കുന്നു, അത് കഴിഞ്ഞ് പഞ്ചാബ് പിടിക്കുന്നു, അതിനിടയ്ക്ക് ഇൻ്റർമീഡിയറ്റ്സിന് നമ്മൾ പിടിക്കുന്നു. ഇപ്പോൾ 5ാമത്തെ ലെയർ എത്തിക്കുക. ഒരു കുക്കിംഗ് ഏരിയ നോയിഡ ഭാഗത്തുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ. കുക്കിംഗ് ഏരിയയിൽ നമുക്ക് അവിടെ വലിയൊരു ഓപ്പറേഷൻ NCB ഒക്കെ നടത്തിയിട്ടുണ്ട്. അവിടെ ആ ഏരിയ കേന്ദ്രീകരിച്ചാണ് നമുക്ക് ഇൻഫർമേഷൻ വരുന്നത്. അയാളുടെ മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ട് അയാളെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പാസ്പോർട്ട് പോലും തരാത്ത രീതിയിലാണുള്ളത്. നമുക്ക് അയാളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അത് കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇയാളുടെ പേരിൽ കുറച്ചുകൂടി വേണ്ടതുണ്ട്. ലഹരി ഇടപാടിനായുള്ള തുക കൈമാറ്റം ചെയ്തത് 32 മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ വഴി നടത്തിയ അന്വേഷണത്തിലാണ് നൈജീരിയൻ പൗരനിലേക്ക് പോലീസ് എത്തിയത്. തുടർന്ന് കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ S കിരൺ, SI A നിതിൻ തുടങ്ങിയവരും പ്രത്യേക സംഘാംഗങ്ങളും നോയിഡയിൽ താമസിച്ച് ദിവസങ്ങൾ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ആഫ്രിക്കൻ മാർക്കറ്റിൽ നിന്നും പ്രതിയെ സാഹസികമായി പിടികൂടിയത്. 4 മൊബൈൽ ഫോണുകൾ, 7 സിം കാർഡുകൾ, 3 ATM കാർഡുകൾ എന്നിവ ഫ്രാങ്ക് ചിക്സിയിൽ നിന്നും പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ ജനുവരി 21-ന് കാരന്തൂരിലെ ലോഡ്ജിൽ വെച്ച് കാസർഗോഡ് സ്വദേശി മുസമ്മിൽ, കോഴിക്കോട് സ്വദേശി അഭിനവ് എന്നിവരിൽ നിന്നും MDMA പിടികൂടിയ കേസാണ് കുന്നമംഗലം പോലീസിന്റെ ദൃഢനിശ്ചയം കൊണ്ട് മാത്രം അന്താരാഷ്ട്ര തലത്തിലേക്ക് അന്വേഷണം എത്തിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.